ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 7ാം ക്ലാസ്സിലെ ദി ഓൾ ആൻഡ് ദി പുസ്സി കാറ്റ് എന്ന പോയത്തിൽ വരുന്ന കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ ആൻസേഴ്സും ആക്ടിവിറ്റീസുമാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ഡിഡ് ദി ഓൾ ആൻഡ് ദി പുസ്സി കാറ്റ് ഗോ? ഓളും പുസ്സി കാറ്റും കൂടി എങ്ങോട്ടാണ് പോകുന്നത്? The owl and the pussy cat are going for a voyage. They are going to the land where the bong tree grows. എവിടേക്കാണ് അവർ വോയേജിലേക്ക് പോവാണ് അല്ലേ? ആ ബോങ് ട്രീ വളരുന്ന ആ ഭാഗത്തേക്കാണ് അവർ പോകുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദേ ടേക്ക് വിത്ത് ദം? എന്തൊക്കെയാണ് അവർ കൂടെ കൊണ്ടുപോയത്? They took some honey and plenty of money with them. എന്താണ്? ഹണി കൊണ്ടുപോയി, മണിയും കൊണ്ടുപോയി അല്ലേ? തേർഡ് ക്വസ്റ്റ്യൻ, ഹൗ ഡു ദി ക്യാരക്ടേഴ്സ് ഇൻ ദി പോയം ബിഹേവ്? ഈ പോയത്തിലുള്ള ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത്? ആസ് അനിമൽസ് ഓർ ആസ് ഹ്യൂമൻ ബീങ്സ്? മൃഗങ്ങളെ പോലെയാണോ അതോ മനുഷ്യരെ പോലെയാണോ എന്നാണ്. ദി ക്യാരക്ടേഴ്സ് ഇൻ ദി പോയം ബിഹേവ് ആസ് ഹ്യൂമൻ ബീങ്സ്. ഇങ്ങനെയാണ്, മനുഷ്യരെ പോലെയാണ് ഈ പോയത്തിലുള്ള ഓളും പുസ്സി കാറ്റും എല്ലാം ബിഹേവ് ചെയ്യുന്നത് അല്ലേ? ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഡിഡ് ദ ഔൾ ഡു? അവൾ എന്താണ് ചെയ്തത്? ഫസ്റ്റ് വന്ന് ടു എക്സ്പ്രസ് ഹിസ് ലവ്, സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തത്? ടു എംഫസൈസ് ഇറ്റ്. എന്തിനെയാണ് പുകഴ്ത്തി പറഞ്ഞത്? ദി ഓൾ സാങ് എ സോങ് ടു ഹിസ് സ്മോൾ ഗിത്താർ ടു എക്സ്പ്രസ് ഹിസ് ലവ്. എന്താണ്? പാട്ട് പാടി, ഗിറ്റാർ ഉപയോഗിച്ചിട്ട് പാട്ട് പാടിയില്ലേ? എന്തിന്? സ്നേഹം കാണിക്കാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ്, ഹി സെഡ് ദാറ്റ് ദി കാറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ. എന്താണ്? അതെ, കാറ്റ് ഭയങ്കര സുന്ദരിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്, അതിന് വേണ്ടിയിട്ടാണ് ഈ പുകഴ്ത്തി പറഞ്ഞത് അല്ലേ? ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഹൗ ഡിഡ് ദ ഓൾ ആൻഡ് ദി പുസ്സി കാറ്റ് സെയിൽ? പുസ്സി കാറ്റും ഓളും എത്ര നേരം യാത്ര ചെയ്തു? ദി ഓൾ ആൻഡ് ദി പുസ്സി കാറ്റ് സെയിൽഡ് എവേ ഫോർ എ ഇയർ ആൻഡ് എ ഡേ. ഓളും പുസ്സി കാറ്റും ഒരു വർഷവും ഒരു ദിവസവുമാണ് യാത്ര ചെയ്തത്. സിക്സ്ത് ക്വസ്റ്റ്യൻ, വേർ ഡിഡ് ദേ സെയിൽ ടു? വൈ? എങ്ങോട്ടാണ് അവർ പോകുന്നത്? എന്തിനാണ് പോകുന്നത്? ദേ സെയിൽഡ് ടു ദ ലാൻഡ് വേർ ദ ബോങ് ട്രീ ഗ്രോസ്. ദേ സെയിൽഡ് ടു ബൈ ദി റിംഗ് ഫ്രം ദി പിഗ്ഗി വിക്ക്. എന്താണ്? ബോങ് ട്രീ വളരുന്ന സ്ഥലത്തേക്കാണ് അവർ പോകുന്നത് അല്ലേ? പിഗിൻ്റെ കയ്യിൽ നിന്ന് ഒരു റിങ് വാങ്ങാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. സെവൻത്ത് ക്വസ്റ്റ്യൻ, ഹൗ മച്ച് ഡിഡ് ദേ പേ ഫോർ ദി റിങ്? റിങ്ങിന് വേണ്ടിയിട്ട് അവർ എത്ര രൂപയാണ് കൊടുത്തത്? ദേ പെയ്ഡ് 1 shilling ഫോർ ദി റിങ്. റിങ്ങിന് വേണ്ടിയിട്ട് 1 shilling ആണ് അവർ കൊടുത്തത്. എയ്ത്ത് ക്വസ്റ്റ്യൻ, ഐഡൻറ്റിഫൈ ദി എക്സ്പ്രഷൻ വിച്ച് സജസ്റ്റ് that the poem has a happy ending. ഈ പോയത്തിൻ്റെ അവസാനം വളരെ ഹാപ്പി ആയിരുന്നു എന്ന് മനസ്സിലാക്കുന്ന എക്സ്പ്രഷൻസ് ഉണ്ട് അല്ലേ? അത് ഏതൊക്കെയാണ്? ആൻഡ് ഹാൻഡ് ഇൻ ഹാൻഡ് ഓൺ ദി എഡ്ജ് ഓഫ് ദി സാൻഡ് ദ ഡാൻസ്ഡ് ബൈ ദി ലൈറ്റ് ഓഫ് ദി മൂൺ. ഈ ലൈൻസിലാണ് അത് നമ്മൾ എക്സ്പ്രസ് ചെയ്തിട്ടുള്ളത് അല്ലേ? ആക്ടിവിറ്റി 1, the poet makes use of repetition and made up words in the poem. Identify them. ഈ പോയത്തിൽ റെപ്പറ്റീഷൻ വന്നിട്ടുള്ള വേർഡ്സ് കണ്ടുപിടിക്കുക, അതുപോലെ മേഡപ്പ് വേർഡ്സും കണ്ടുപിടിക്കാനാണ്. എന്നിട്ട് താഴെ ആ ബോക്സിൽ എഴുതാനാണ്. അവിടെ 2 എണ്ണം കൊടുത്തിട്ടുണ്ടല്ലേ? ലൈൻസ് റിപ്പീറ്റഡ് ആയിട്ടുള്ളത് ഏതാണ്? വാട്ട് എ ബ്യൂട്ടിഫുൾ കിറ്റി യു ആർ. മേഡപ്പ് വേർഡ്സിൽ ബോങ് ട്രീ. നെക്സ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ളത് ഏതാ? വാട്ട് എ റിങ് അറ്റ് ദി എൻഡ് ഓഫ് ഹിസ് നോസ്. അടുത്തത് ദേ ഡാൻസ്ഡ് ബൈ ദി ലൈറ്റ് ഓഫ് ദി മൂൺ. ഇനി മേഡപ്പ് വേർഡ്സിൽ പിഗി വീക്ക്, അതുപോലെ പീ ഗ്രീൻ, ഇവയൊക്കെയാണ് വരുന്നത്. നെക്സ്റ്റ്, സേ ദി വേർഡ്സ് ബോട്ട് ആൻഡ് നോട്ട്. ലൈൻസ് 2 and 4 ദേ ആർ റൈമിങ് വേർഡ്സ്. അതെ, ഇതിൽ സെക്കൻഡ് ലൈനിലും 4th ലൈനിലും വരുന്ന ബോട്ട് നോട്ട് എന്ന 2 വേർഡ്സ്
ഉണ്ട് അല്ലേ, അവയെ നമ്മൾ റൈമിംഗ് വേർഡ്സ് എന്നാണ് പറയുന്നത്. നൗ പിക്ക് ഔട്ട് ദി റൈമിംഗ് വേർഡ്സ് ഫ്രം സ്റ്റാൻസാസ് 1, 2 and 3 and write them below. ഇതുപോലെ സ്റ്റാൻസ 1, 2, 3ലെയും എന്താണ് റൈമിംഗ് വേർഡ്സ് കണ്ടുപിടിച്ചിട്ട് താഴെ എഴുതാനാണ്. സ്റ്റാൻസ 1ൽ ഏതൊക്കെയാണ് വരുന്നത്? എബവ്, ലവ്, ഗിത്താർ, ആർ. സ്റ്റാൻസ 2ൽ സിങ്, റിങ്, ഗ്രോസ്, നോസ്. സ്റ്റാൻസ 3ൽ വരുന്നത് വിൽ, ഹിൽ, സ്പൂൺ, മൂൺ. എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ റൈമിംഗ് വേർഡ്സ് എങ്ങനെ കണ്ടുപിടിക്കാമെന്ന്. ലുക്ക് അറ്റ് ദി തേർഡ് ലൈൻ ഇൻ ദി സെക്കൻഡ് സ്റ്റാൻസ. സെക്കൻഡ് സ്റ്റാൻസയിൽ വരുന്ന തേർഡ് ലൈനാണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. ഹോ ലെറ്റ് us ബി മാരീഡ്, ടു ലോങ് വി ഹാവ് ടാരിഡ്. മാരീഡ് ആൻഡ് ടാരിഡ് ആർ റൈമിംഗ് വേർഡ്സ് വിത്തിൻ ദ സെയിം ലൈൻ. They are called internal rhymes. Pick out the lines from other stanzas that have internal rhyme and write them below. മാരീഡ്, ടാരീഡ് എന്ന് രണ്ട് വേർഡ്സ് ഒരേ ലൈനിൽ തന്നെ വരുന്നുണ്ട് അല്ലേ. എന്ന് വച്ചാൽ ഒരേ ലൈനിൽ തന്നെ റൈമിംഗ് വേർഡ്സ് തന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ ഇൻറ്റേർണൽ റൈംസ് എന്നാണ് പറയുന്നത്. ഇനി എന്താ ചെയ്യാനുള്ളത്? ഇതുപോലെ നമ്മളീ പോയത്തിൽ വേറെ സ്റ്റാൻസയിലെല്ലാം ഇതുപോലെ ഇൻറ്റേർണൽ റൈംസ് വരുന്നുണ്ട്. അത് കണ്ടുപിടിച്ച് താഴെ എഴുതാനാണ്. ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ദേ ടുക്ക് സം ഹണി ആൻഡ് പ്ലൻറ്റി ഓഫ് മണി. അതിൽ ഹണി, മണി. നെക്സ്റ്റ് ദേ സെയിൽഡ് എവേ ഫോർ എ ഇയർ ആൻഡ് എ ഡേ. എവേ, ഡേ. നെക്സ്റ്റ് ആൻഡ് ദർ ഇൻ എ വുഡ് എ പിഗ്ഗി വിഗ് സ്റ്റുഡ്. അതിൽ വുഡ്, സ്റ്റുഡ്. നെക്സ്റ്റ് ഡിയർ പിഗ് ആർ യു വില്ലിങ് ടു സെൽ ഫോർ 1 shilling. അതിലേതാ വേർഡ്സ്? വില്ലിങ് ആൻഡ് ഷില്ലിങ്. അത് രണ്ടുമാണ് ഇൻറ്റേർണൽ റൈമായിട്ട് വരുന്നത്. നെക്സ്റ്റ് ആൻഡ് ഹാൻഡ് ഇൻ ഹാൻഡ് ഓൺ ദി എഡ്ജ് ഓഫ് ദി സാൻഡ്. ഇതിൽ ഹാൻഡ്, സാൻഡ്. നെക്സ്റ്റ് ദ ഡൈൻഡ് ഓൺ മൈസ് ആൻഡ് സ്ലൈസ്ഡ് ഓഫ് ക്വൻസ്. അതിൽ മൈസ്, ക്വൻസ്. നെക്സ്റ്റ് യു മേ കളക്ട് എ ഫ്യൂ പോയംസ് ലൈക്ക് ദി വൺ യു ഹാവ് റീഡ്, റൈറ്റ് ദ ടൈറ്റിൽസ് ബിലോ. എന്താണ്? ഇതുപോലെ വരുന്ന പോയംസ് കളക്ട് ചെയ്യുക, എന്നിട്ട് അതിൻ്റെ എല്ലാം ടൈറ്റിൽസ് താഴെ എഴുതാനാണ്. ഇവിടെ കുറച്ച് ടൈറ്റിൽസ് എഴുതിയിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ദി ഫോളോവിങ് ലൈൻ ഫ്രം ദി പോയം ദ വിൻഡ് ബൈ ജെയിംസ് സ്റ്റീഫൻസ്. ജെയിംസ് സ്റ്റീഫൻസിൻ്റെ ദ വിൻഡ് എന്ന പോയത്തിൽ വരുന്ന ലൈൻസാണ് താഴെ കൊടുത്തിട്ടുള്ളത് അല്ലേ. ആ ലൈൻ എന്താ കൊടുത്തിട്ടുള്ളത്? ദ വിൻഡ് സ്റ്റുഡ് അപ്പ് ആൻഡ് ഗേവ് എ ഷൗട്ട്. വിൻഡ്, കാറ്റ് എണീറ്റ് നിന്നിട്ട് ഷൗട്ട് ചെയ്തു എന്നാണ്. ക്യാൻ ദ വിൻഡ് സ്റ്റാൻഡ് അപ്പ് ആൻഡ് ഗിവ് എ ഷൗട്ട്? കഴിയോ? വിൻഡിന് കഴിയോ അങ്ങനെ എണീറ്റ് നിന്നിട്ട് ഷൗട്ട് ചെയ്യാൻ? കഴിയില്ല അല്ലേ. ഹിയർ ദി പോയറ്റ് ഗിവ്സ് എ ഹ്യൂമൻ ക്വാളിറ്റി ടു ദ വിൻഡ്. ഇറ്റ്സ് ആൻ എക്സാമ്പിൾ ഓഫ് പേഴ്സോണിഫിക്കേഷൻ. ജീവനുള്ള മനുഷ്യൻ ചെയ്യുന്ന ഒരു കാര്യം ജീവനില്ലാത്ത വിൻഡ് ചെയ്ത പോലെയാണ് എന്താണ് ഈ പോയത്തിൽ പറയുന്നത് അല്ലേ. മനുഷ്യൻ ചെയ്യുന്ന പോലെ പറയാണ്. ഇതിനെ നമ്മൾ പേഴ്സോണിഫിക്കേഷൻ എന്നാണ് പറയുന്നത്. പിക്ക് ഔട്ട് ദി എക്സ്പ്രഷൻസ് ഫ്രം ദി പോയം ദാറ്റ് ഗിവ് എ ഹ്യൂമൻ എലമെൻറ്റ് ടു ദി ഓൾ ആൻഡ് ദി പുസ്സി കാറ്റ്. ദി ഓൾ ആൻഡ് ദി പുസ്സി കാറ്റ് എന്ന ഈ പോയത്തിൽ എന്താണ് ഓളിനും പുസ്സി കാറ്റിനും ഒത്തിരി ഹ്യൂമൻ ക്വാളിറ്റീസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. അവ നമ്മൾ കണ്ടെത്തിയിട്ട് താഴെ എഴുതാനാണ്. ഏതാണ്? ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട് അല്ലേ. ദേ ടുക്ക് സം ഹണി ആൻഡ് പ്ലൻറ്റി ഓഫ് മണി. എന്താണ്? അവർ കുറച്ച് ഹണി എടുത്തു, അതുപോലെ തന്നെ മണി എടുത്തു അല്ലേ. ഓളിനും പുസ്സി കാറ്റിനും മണിയുടെ ആവശ്യമുണ്ടോ? പൈസയുടെ ആവശ്യമുണ്ടോ? ഇല്ല. ഇതുപോലത്തെ എക്സ്പ്രഷൻസ് ആക്കിയിട്ട് എഴുതിയിട്ടുണ്ട്. അവ നമ്മൾ കണ്ടുപിടിക്കുക. ഇതുപോലെ പേഴ്സോണിഫിക്കേഷൻ വരുന്ന എക്സ്പ്രഷൻസ്. യെസ്. ആൻഡ് സാങ് ടു എ സ്മോൾ ഗിറ്റാർ. അതാണ് ഒന്ന് വരുന്നത്. പിന്നെ ദ ഡാൻസ്ഡ് ബൈ ദ ലൈറ്റ് ഓഫ് ദി മൂൺ. നെക്സ്റ്റ് പുസ്സി സെഡ് ടു ദി ഓൾ യു എലഗൻറ്റ് ഫോൾ. നെക്സ്റ്റ് ആൻഡ് ഹാൻഡ് ഇൻ ഹാൻഡ് ഓൺ ദി എഡ്ജ് ഓഫ് ദി സാൻഡ്. അടുത്തത് ഓ ലെറ്റസ് ബി മാരീഡ്, ടു ലോങ് വി ഹാവ് ടാരീഡ്. ഇതൊക്കെയാണ് പേഴ്സോണിഫിക്കേഷൻ വരുന്ന എക്സ്പ്രഷൻസ്. അടുത്തത് തേർഡ് ആക്ടിവിറ്റിയാണ്. എഡ്വാർഡ് ലെയർ ഈസ് ഓൾസോ ഫേമസ് ഫോർ ഹിസ് ലിംറെക്സ്.
ലെറ്റ് us റീഡ് 2 of his limericks. ലിംറിക് എന്ന് വെച്ചാൽ ലിംറിക് ഈസ് എ ഫണ്ണി പോയം ദാറ്റ് ഹാസ് 5 ലൈൻസ് വിത്ത് ദ റൈം സ്കീം AABBA. എന്താണ് ലിംറിക് എന്ന് വെച്ചാൽ? എന്താ, ഫണ്ണി പോയാണ്, തമാശ വരുന്ന പോയംസ് ആണ്. അതിൽ 5 ലൈൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ റൈമിങ് സ്കീം എങ്ങനെയൊക്കെ AABBA അങ്ങനെയാണ് വരുന്നത്. ഇവിടെ അതുപോലെ 2 പോയംസ് കൊടുത്തിട്ടുണ്ട്. ഏതാണ്? There was an old man on a hill who seldom if ever stood still. He ran up and down in his grandmother's gown which adorned that old man on a hill. അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ? അതിലെ റൈമിങ് സ്കീം വരുന്നത് ഫസ്റ്റ് AABB, പിന്നെ ലാസ്റ്റും ആദ്യം വരുന്നത് തന്നെ AN വരുന്നുണ്ട് അല്ലേ? അതുപോലെ തന്നെ താഴെ വരുന്നതിലും. നെക്സ്റ്റ്, there once lived a boy called Joe who developed an enormous big toe. On it there sat a contented cat, a granny, a toad and a crow. ഇതിലും കണ്ടില്ലേ? അതുപോലെ തന്നെ വരുന്നുണ്ട് അല്ലേ റൈമിങ് സ്കീം AABBA എന്ന ലെവലിൽ. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എന്താണ് ഇതിൻ്റെ താഴെ റൈറ്റ് എ ലിംറിക് ഓഫ് യുവർ ഓൺ. ബിലോ ആർ സം ഫസ്റ്റ് ലൈൻസ് ടു സ്റ്റാർട്ട് വിത്ത്. ഇനി താഴെ ഇതുപോലെ 3 ലിംറിക് നമ്മൾ ചെയ്യണം, നമ്മളായിട്ട് എഴുതണം. ഓക്കെ, അവിടെ ഫസ്റ്റ് ലൈന് 3 ഫസ്റ്റ് ലൈൻ കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ റൈമിങ് സ്കീമൊക്കെ വരുന്ന ലെവലിൽ നമ്മൾ ലിംറിക് തയ്യാറാക്കാനാണ്. ഫസ്റ്റ് വൺ ഏതാ? എ വണ്ടർഫുൾ ബേർഡ് ഈസ് ദ പീകോക്ക് and spreads his wings like a lovely frog. He can dance and he can glance till someone gives him a knock. There once was a ape in a zoo who looked out through the bars and saw you. Do you think it's fair to give poor apes a scare? I think it's mean thing to do. Next one, there was an old man with a beard who said, it is just as I feared. 2 owls and a hen, 4 lags and a wren have all built their nests in my bird. ഓക്കെ, ഇപ്പം നമ്മൾ എല്ലാ ആക്ടിവിറ്റീസും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാൻ മറക്കരുത്.